മോർണിംഗ് സർ. എന്താണോ ഈ കാണിക്കുന്നത്? ഞങ്ങളൊന്നും കാണിച്ചില്ലല്ലോ. നേരെ വന്നാ പോരടോ. എന്തിനാ പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നേ? അത് വെയിൽ കൊള്ളാതിരിക്കാനാ. മനുഷ്യൻ പേടിച്ചു പോയി. എന്താ എത്ര ലേറ്റ് ആയത്? നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നേ. എടോ, കൃത്യനിഷ്ഠ അതാണ് രംഗത്ത് വേണ്ട ഏറ്റവും വലിയ ഗുണം. വലിയ വലിയ ആൾക്കാർ അവർ ഔട്ടാകാൻ കാരണം കൃത്യനിഷ്ഠ ഉണ്ടാ. അതില്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അതെ, രാവിലെ 6 മണിക്ക് എത്തേണ്ടത് നിങ്ങൾ എത്ര മണിക്കാണ് എത്തിയെന്നറിയാവോ? 11 മണിക്ക്. കാരണം അത് വീട്ടിൽ ചില പ്രോബ്ലംസ്. ഓഹോ, വീട്ടിൽ ചില കൈ നിറയെ പണം എണ്ണി വാങ്ങിച്ചില്ലേ? പിന്നെ വീട്ടിലെന്ത് രാവിലെ രാത്രി ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. ഓരോരോ ചിന്തകളാണ്. ഓ, ഒരു ചിന്തജ്ഞൻ. ഷൂട്ടിംഗ് എപ്പോഴാണ് തുടങ്ങുന്നത്? അതിനൊന്നും സമയമായില്ല. ഇനി എന്തൊക്കെ പഠിക്കാൻ കിടക്കുന്നു? ഇനി എന്തോന്ന് പഠിക്കാൻ? പിന്നെ പാട്ട് പഠിക്കണ്ടേ? പാട്ട് ഞാൻ പഠിപ്പിച്ചോളാം. പാട്ട് വേണ്ട, പാട്ട് വേണ്ട. ഈ സീരിയലിൽ പാട്ടില്ല. പാട്ട് പാടില്ല. അല്ല, ഇവന്മാരെ ഇനിയിപ്പോ എന്താ പഠിപ്പിക്കുക? വഴിയുണ്ട്, വഴിയുണ്ട്. താ തേ തി തേ താ തേ. എന്തേ? കാര്യം പറയേ. അല്ല, ഡാൻസ് പഠിക്കാൻ. പോടെ. ആർക്ക്? ഞങ്ങൾക്ക് തന്നെ. ഗിരീഷ് പുരി സാർ പറഞ്ഞിട്ടാ. മനസ്സിലായില്ല. ഞങ്ങൾ സ്റ്റാറാവാൻ പോവുക. TV സീരിയലാ, അതിനുവേണ്ടി. അതിനെന്തിനാ ഡാൻസ്? വെറും ഡാൻസ് അല്ല, ബ്രേക്ക്. വേറെ ഡാൻസ് മാസ്റ്റർ തിരക്കണ്ടില്ലെന്ന് വെച്ചിട്ടാ. സതിക്ക് ബ്രേക്ക് അറിയാലോ. പറ്റില്ല എന്ന് പറയരുത്. ഡാൻസ് പഠിച്ചില്ല കട്ട് ചെയ്യുമെന്നാ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. വയസ്സുകാലത്ത് ഇത് വേണോ? എന്നെ കുറിച്ചാ പറഞ്ഞ. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. തിരക്കൊന്നും ഇല്ലല്ലോ? അയ്യോ, ആലോചിക്കാൻ സമയമില്ല, ഉടനെ വേണം. അല്ല, അത് പിന്നെ ഒന്നും പറയണ്ട, ഇന്ന് തന്നെ തുടങ്ങണം. ഇതാ ദക്ഷിണ. ഞങ്ങളെ തഴയരുത്. വൺ ഇങ്ങനെ. 2 3 4. Okay, get ready. 1 2 3 4. ഹലോ, നിങ്ങളോട് റൂമിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സുന്ദരമുള്ള ചേട്ടനും ഗിരീഷ് പുരി സാർക്ക് അവിടെ പോയി. കാറെ കയറി പോകുന്നുണ്ടോ? എപ്പോ വരും? അതെനിക്കറിയില്ല. ഈ കാസറ്റ് കണ്ടോണ്ടിരിക്കാൻ പറഞ്ഞു. ഇനി പുറത്തെവിടെങ്കിലും പോവാണെങ്കിൽ ചായ ഇവിടെ ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ. ചില്ലറ മോഷണങ്ങളൊക്കെ ഉണ്ട്. യെസ് ബെന്നി, നമുക്കല്ല. ഹോട്ടൽ പീക്കോക്ക്. എന്താ ഇത്? ഇതിലെ ഷോക്ക് അബ്സോർബർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതാ കുതിക്കുന്നത്. അതല്ല, ഇത് ഫോംബെന്റാ, ഏഞ്ചൽ ഫോം. ജ്യേഷ്ഠാ, ചേട്ടാ, ഇതാ അലമ്പാക്കരുത്. ഇപ്പോഴാണ് ഒരു ഉന്മേഷം ഉണ്ടായത്. എനിക്ക് വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. അവര് കണ്ടോണ്ട് വന്നാ 3 ഇവിടുന്ന് ചാടിക്കും. ചേട്ടാ, ഈ കുരുക്കൊന്ന് അഴിച്ചേ. എന്നെ കൊണ്ട് ഇത്ര പറ്റുമല്ലേ? പിടിച്ചോ. അയ്യോ, ഇപ്പൊ ചാടും. ചേട്ടാ, ആത്മഹത്യ. രക്ഷിക്കണം. What's your name? ചേട്ടാ, അയ്യോ, ചാടല്ലേ.
ആള് മാറിപ്പോയി. പിന്നെ ഇതാര്? അയ്യോ, ഇത് നമ്മുടെ ബെന്നിയല്ലേ? അയ്യോ, അപ്പൊ മറ്റേ സാധനം അവിടെ. അയ്യോ, ഓക്കെ, സമ്മതിച്ച്. ഇനി നിങ്ങൾ ചാടിക്കോ, ഞാൻ പിടിക്കാം. എന്ത് പേടിയുണ്ടോ? എന്നെ ഒന്നുകൂടെ പിടിക്കാം. എല്ലാവനെയും തട്ടിയത്. അയ്യോ, ടയറ് പഞ്ചറായി പോയി. ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തേച്ചു വരാം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം. അതൊക്കെ പഴയ കാലം. ഇപ്പൊ നമ്മൾ പഞ്ചർ ഒട്ടിക്കുന്നത് നമ്മളെ സ്റ്റാറ്റസിന് ചേർന്നല്ല, നമ്മളെ ടെലിവിഷൻ സ്റ്റാർസ് അല്ലേ. വരുന്നുണ്ട് നായകന്മാര്. ഞങ്ങൾ ഇത്രയും നേരം ഹോട്ടലിൽ കാത്തിരിക്കായിരുന്നു. ഞങ്ങളും നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. അതെ, ഷൂട്ടിംഗ് എപ്പോഴാ തുടങ്ങുന്നേ? ഷൂട്ടിംഗ് വേറെ എന്തെല്ലാം പ്രശ്നങ്ങൾ അതിന്റെ പിന്നിലുണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ കാര്യമല്ല, നായിക വേണ്ടേ? ഹീറോയിൻ ഹീറോയിൻ എന്ത് സാധനാ? ഹീറോയിൻ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല സാറുമാരെ. അയ്യോ, ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഈ മരമോന്തം കണ്ടോണ്ട് ആരാ ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നേ? ഒരു നായികയെ ഉടനെ കണ്ടുപിടിക്കണം. എനിക്കായിരിക്കും. 4 പേർക്കും കൂടെ ഒരു നായിക മതിയാവോ? ഒരു 12 ആയിക്കോട്ടെ. ഒന്നു മതി. അതാ ഞങ്ങളുടെ കഥ. നാളെ വൈകുന്നേരത്തിനകം ഒരു നായികയെ കൊണ്ടുവരണം. അത് നിങ്ങളുടെ ജോലിയാ. ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് ക്യാൻസലേഷൻ. വർക്ക് വൈലി വർക്ക്, പ്ലേ വൈലി പ്ലേ. ദാറ്റ് ഈസ് ദി വേ ടു ബി അപ്പ് ഇൻ കെ. അത് നിങ്ങൾ മനസ്സിലാക്കണം. കേറും പറമ്പിളെ. വിവരമില്ലാത്തവർ. ഒന്ന് മാറിയില്ലേ, വിവരമുള്ളവർ പൊക്കോട്ടെ. അയ്യോ, ഇപ്പോഴേ ഹീറോയിൻ ഗുഡ് ഈവനിങ് സർ. ഞാൻ ബാറിലൊന്ന് കേറിയിട്ട് വരാം. ഓക്കെ. മറ്റുള്ളവരുടെ റൂമിൽ കയറി വരുന്നതിന് ഡോർ നോക്കിയാണെന്നുള്ള സാമാന്യ മര്യാദ തനിക്ക് അറിഞ്ഞൂടെ? സോറി ചേട്ടാ, എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാ. എന്താ മറ്റുള്ളവരുടെ റൂമോ? മിസ്റ്റർ, നിങ്ങളുടെ റൂം നമ്പർ എത്രയാ? എന്റെ റൂം നമ്പർ 506. ഇത് 406. മിസ്റ്റർ, ഇത് എന്റെ റൂമാ. അറിയോ? അതെ, സോറി ചേട്ടാ, എനിക്ക് എപ്പോഴും ഈ അബദ്ധം പറ്റാറുണ്ട്. മുകളിലത്തെ റൂമിന് വരും, താഴത്തെ റൂമിലോട്ട് പോകും, താഴത്തെ റൂമിന് വരും, മുകളിലത്തെ റൂമിലോട്ട് വരും. ക്ഷമിക്കണം ചേട്ടാ, പ്ലീസ്. ചേട്ടന്റെ സ്ഥാനത്ത് വേറെ വല്ലവരായിരുന്നു ഞാൻ കള്ളരെന്ന് വിചാരിച്ചേനെ. താങ്ക് യു, ഞാൻ പോയിട്ട് വരാം. നല്ല സ്വഭാവ ഗുണമുള്ള ചേട്ടൻ. നോ നോ നോ. കാറ്, ലോറി, ടെമ്പോ, ബംഗ്ലാവ്, ജോലിക്കാര്, പച്ചവെള്ളം പോലെ കാശ്. എന്ത് പറഞ്ഞാലും ഞാനില്ല സിനിമയിൽ അഭിനയിക്കാൻ. അയ്യോ, സിനിമയല്ല, TV സീരിയസ്. ഓരോ പെണ്ണുങ്ങൾ അഭിനയിച്ച് പണമുണ്ടാക്കി അമേരിക്കയിലും ലണ്ടനിലും സിംഗപ്പൂരിലും പോയി സുഖമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കുന്നത് പത്രങ്ങളിൽ വായിച്ചിട്ടില്ലേ? അത് ഇവിടെ ആണുങ്ങളെ കിട്ടാത്തോണ്ടാവും. ലീന, ഈ സീരിയലിൽ ഞാനാണ് നായകൻ. എന്നാര് പറഞ്ഞു? അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല.
ആഹാ അങ്ങനെ നീ ഇപ്പൊ ഉണ്ടാക്കണ്ട, ഞാനാണ് നായകൻ. ആര് നായകനെന്ന് പറഞ്ഞാലും ഞാനില്ല. ലീന അയ്യോ അങ്ങനെ പറയരുത് മാഡം. അവർ ഷൂട്ടിംഗ് വേണ്ടെന്ന് വെച്ചാലേ. കണ്ടോ, സാധ്യമല്ലെന്ന് പറഞ്ഞിട്ടും അവർ 4 പേരും ചേർന്ന് അവളെ നിർബന്ധിക്കുകയാണ്. അവളി തട്ടിക്കൊണ്ടു പോകുമോ? അതിനു മുമ്പ് അറ്റാക്ക് ചെയ്യണം. Come on. ഈ ഒരൊറ്റ സീരിയൽ കൊണ്ട് മാഡം അങ്ങ് അത്യുന്നതങ്ങളിലെത്തും. ലീന, 3 പാട്ട് സീനുണ്ട്. നമ്മൾ തമ്മിൽ അഭിനയിക്കുന്നത്. അതങ്ങ് ഇറാക്കി ഇപ്പൊ പറയടാ. Don't compel me. കണ്ട പോണു. നമുക്കേ അവരുടെ കാല് പിടിച്ച് പറയാം. അയ്യോ, അയ്യോ അവിടെ പോയിട്ടിടൂ. അരി ലീനയെ കൊണ്ടുവന്നു. വണ്ടി ഇവിടെ. ഷൂട്ടിംഗ് മുടങ്ങും. മുടങ്ങിയാൽ എങ്ങനാ? മുടങ്ങാൻ പാടില്ല. അവന്മാരെ തട്ടാൻ എന്നെ കൊണ്ട് പറ്റൂല. നമ്മൾ വിചാരിക്കുന്ന അത്ര ചില്ലറക്കാരൊന്നും അല്ല അവര്. പിന്നെ വേണമെങ്കിൽ ഞാൻ ബോംബെയിൽ ഫോൺ ചെയ്ത് ഗുരു സിംഗിനെ വരുത്താം. ഒരു 10-500 രൂപ അധികം. ഒരു സിംഗിനെയും വരുത്തണ്ട, ചെയ്തതൊക്കെ മതി. ഇതാ ബാക്കി പണം. ഞാൻ പറഞ്ഞില്ലേ വേണമെങ്കിൽ ബോംബെയിൽ നിന്ന്. പറഞ്ഞത് അപ്പൊ ഡാഡിയാണ് അവരെ തല്ലിച്ചതല്ലേ? ആണ്. തല്ലാനല്ല, കൊല്ലാനാണ് ഞാൻ അവരെ വിട്ടത്. ഓക്കെ, then do one thing. എന്നെ കൂടി കൊല്ലിച്ചോ. No! Leave me alone. I want to be with them. Leave me. അയാൾ ദാ പോകുന്നു. അങ്ങോട്ട് കൊടുക്ക്. മുകളിലാണ് മുറി. മുകളിലൂടെ പോവാം. ബാ. മരം കയറ്റം റോക്ക് ക്ലൈമ്പിംഗ് ഒക്കെ പഠിച്ചതുകൊണ്ട് ഏതായാലും പ്രയോജനം ഉണ്ടായി. ചേട്ടൻ ആദ്യം കയറി.
അതിനൊരു കുഴപ്പമുണ്ട്. ഞാൻ ആദ്യം കയറി ശരിയാകത്തില്ലേ. ഒരു കുഴപ്പമില്ലെന്ന്. ചേട്ടൻ മിലിറ്ററിയിലൊക്കെ ആയിരുന്നില്ലേ? ചേട്ടൻ കയറിയതിനു ശേഷം മാറ്റ കയറാ പോയി. ഇതാണ് മാജിക്ക് കയറ്. കയറിനെ എന്റെ പാട്ടിന് വിട്. നമുക്ക് പൈപ്പ് ലൈൻ നോക്കാം. എവിടെ പൈപ്പ് ഇവിടെ ഉണ്ട്? നല്ല കയറ് നോക്കി വാങ്ങിക്കണം. ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ആ ഇത് വേണ്ട, ഇതും വേണ്ട. ഈ പൈപ്പ് അത് കൊള്ളാം. സൂക്ഷിച്ചാൽ സൂക്ഷിക്കണ്ട. അവിടെ ദ്വാരം ഇടറാ കൃഷ്ണ. എന്താണ് ചുരുങ്ങിപ്പോയ? ഞാൻ കേറാം. എനിക്ക് ഇനിയിപ്പോ നായികയൊക്കെ എവിടെ പോകും? ബെന്നി, ബെന്നി ബെന്നി ഇവിടെ ഇല്ല. എവിടെ പോയി? അതെനിക്കറിഞ്ഞൂടാ. ഹു ആർ യു? ബെന്നിയുടെ ഫ്രണ്ടാ. ഞാനും അവനെ കാത്തു നിൽക്കുക. യുവർ നെയിം പ്ലീസ്? ജീജോ. വാട്ട്? ജീജോ ജേക്കബ് ജോൺ. ഈ പേരിലൊരു ഫ്രണ്ടിനെ കുറിച്ച് ബെന്നി എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ 4 വർഷം ഗൾഫിലായിരുന്നേ, അതുകൊണ്ട് ഓർക്കാത്തതായിരിക്കും. ഇനി പോകാൻ വരുന്ന ലക്ഷണമില്ല. അപ്പുറത്ത് ആളുണ്ടായിരുന്നെങ്കിൽ അവിടെ പറഞ്ഞിട്ട് പോകാമായിരുന്നു. അല്ലെങ്കിൽ നാളെ കാണാം. വരട്ടെ. ഓക്കെ. Hi kids, I'm from Crane's Biscuit Land. Crane, Crane, Crane. Yes, yes. Doggies, silvers. യെസ് കം ഇൻ. നമസ്കാരം. വീണ്ടും സമയം തെറ്റിച്ചു. എന്താ ഇത്ര ലേറ്റ് ആയത്? നായികയെ കണ്ടുപിടിക്കാൻ വേണ്ടി പിന്നെ അലയായിരുന്നു. എന്നിട്ട് ഇവിടെ കിട്ടിയില്ലേ? കിട്ടി. പുറത്ത് നിർത്തിയിരിക്ക. ഉം. സാറന്മാരോട് ചോദിച്ചിട്ട് അകത്തേക്ക് വിളിക്കാം. വിചാരിച്ചതാ. വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായികയെ കണ്ടെത്തിയത്. വിളിക്കട്ടെ? വിളിക്കാൻ പറയട്ടെ ഡയറക്ടർ സാർ. യെസ്. കുട്ടി വരൂ. ഇതെന്താ പ്രച്ഛന്നവേഷ മത്സരോ? ഒരു തളയെ മേക്കപ്പ് അടിച്ചു കൊണ്ടുവന്ന് പറ്റിക്കാൻ നോക്കുന്നോ? ഒരുപാട് ശ്രമിച്ചു നോക്കി, കിട്ടിയില്ല. തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ അത്ര മോശമൊന്നും അല്ലല്ലോ. അല്ല, പക്ഷെ നായികയാക്കാൻ പറ്റില്ല. അമ്മായിയമ്മയുടെ റോൾ കൊടുക്കാം. അമ്മായിമ്മയായിട്ട് അഭിനയിക്കുന്നതിന്റെ അമ്മായിമ്മനെ പോയിട്ട് വിളിച്ചിട്ട് വാടാ. എന്നെ നായിയാക്കാന്ന് പറഞ്ഞിട്ടാ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. നായികയാക്കാൻ പറ്റിയ ഒരു സാധനം കടന്നു പോന്നാണേ. തള്ള നിന്റെ മൊച്ചമുള്ള ഉണ്ടാ. എടാ, അവൻ എന്നെ തള്ളേന്ന് വിളിച്ച് നീ കേട്ടില്ലേ? ഒന്നുമില്ലെങ്കിൽ നമ്മളൊന്നിച്ച് ആശുപത്രിയിൽ കഴിഞ്ഞതല്ലടാ. ആ സ്നേഹം കൊണ്ടാ ഞാൻ വന്നത്. ഏതുണ്ട് ഈ 2 കോന്തന്മാര്? നീയൊന്നും ഉമാരെ കൂട്ടത്തിൽ കൂടണ്ട. കള്ളന്മാരാ ഉമാര്. ഇറങ്ങിയിരിക്ക കുറെ താടികള് സിനിമ എടുക്കാൻ.